നീ എന്തിനാ വിളി വന്നേ? നീ ഇവിടെ മറഞ്ഞിരിക്കുന്നതാ ഞാൻ കണ്ടത്. മറഞ്ഞിരിക്കുക, ഒളിച്ചിരിക്കുക നമ്മുടെ മീറ്റിങ്ങില്. കഴിഞ്ഞ ആഴ്ച ആന്റിക്ക് ഒരു ഡെലിവറൻസിലൂടെ ആന്റി കടന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ അതിനുശേഷമുള്ള മാറ്റങ്ങൾ എന്തായിരുന്നു? ആദ്യമുള്ള ബുദ്ധിമുട്ട്, കാലിന്റെ ബുദ്ധിമുട്ടൊന്ന് പറയാം. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാലിന്റെ മുട്ടിലെന്തോ ഇരിക്കും പോലെ എനിക്ക് കൂടെ അങ്ങനെ ഉണ്ടായി. കഴിഞ്ഞ ശാരീരിക വന്നപ്പോഴ് മാസ്റ്ററിനെ പ്രാർത്ഥിച്ച് അതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതങ്ങ് മാറി. ഇപ്പൊ ഒത്തല് വരുന്നുണ്ടോ? ഉണ്ടായിരുന്നു. ഇന്ന് കുറച്ച് മുമ്പ് വരെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിഷമിച്ച് വീണ്ടും ഒരിക്കലും ബുദ്ധിമുട്ട് വന്നല്ലോ ബുദ്ധിമുട്ട് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ ഇന്ന് എനിക്ക് ആഹാരം പോകണം ഇന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മാറി. ഓക്കെ, അപ്പൊ ആന്റി പറയുന്നത് കഴിഞ്ഞ 2 ആഴ്ചയിൽ ഇന്ന് വീണ്ടും ഇന്ന് രാവിലെ ആയപ്പം ആ ഭാരം ഒന്ന് വരാനായിട്ട് ശ്രമം നടത്തി. ഞാൻ കഴിഞ്ഞ ആഴ്ച അത് പഠിപ്പിച്ചായിരുന്നു. 2 ആഴ്ച മുമ്പ് നമ്മളിൽ ഒരു ഡെലിവറൻസ് നടന്നാൽ അതേ ഇരുട്ടിന്റെ ശക്തി നമ്മളെ വീണ്ടും ഒന്ന് അറ്റാക്ക് ചെയ്യാൻ ഒരു ശ്രമം നടത്തും എന്ന് ഞാൻ പഠിപ്പിച്ചായിരുന്നു. അപ്പോൾ തന്നെ ആന്റി അതിൽ തളരാതെ ആന്റി ഡിസിഷൻ എടുത്തത് ഞാൻ ആരാധനയ്ക്ക് വരാം എന്നാണ് ഡിസിഷൻ എടുത്തത്. ഡിസിഷൻ എടുത്തപ്പോൾ തന്നെ ആന്റി പറയുന്നത് ആരും തന്നെ കൈവയ്ക്കാതെ തന്നെ ആ ഇരുട്ടിന്റെ ശക്തി പേടിച്ചു, ഒന്ന് പേടിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സ്വാതന്ത്ര്യം വീണ്ടും പെട്ടെന്ന് തന്നെ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു അല്ലേ? അതായത് കഴിഞ്ഞ 2 ആഴ്ചയുള്ള സൗഖ്യം പെട്ടെന്ന് തിരിച്ചു വന്നു. ഇപ്പൊ വീണ്ടും ബുദ്ധിമുട്ടില്ല. ഒന്ന് നടന്ന് കാണിക്കാമോ? ഓക്കെ, തിരിച്ചു വന്നിട്ട് ഒന്നുകൊണ്ട്. ഓക്കെ, ഗുഡ്. ഓക്കെ, രാത്രിയില് എന്തോ ഒരു അതെങ്ങനെയുണ്ട്? എന്തായിരുന്നു? ഗ്യാസിന്റെ ബുദ്ധിമുട്ട്. ഇപ്പൊ ഉറക്കമുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അങ്ങനെ ഇല്ലേ? മോളും കൂടെ ഒന്ന് വന്നു. അതൊന്ന് പറയാമോ? ഇവിടെ ആ രാത്രിയിൽ ഉണ്ടാകുന്ന ഉറക്കത്തിന്റെയും ആ ബുദ്ധിമുട്ടൊന്ന് പറയാമോ അമ്മയ്ക്ക്? രാത്രി ഗ്യാസിന്റെ അസ്വസ്ഥത കൊണ്ടായിട്ട് ഉറക്കില്ലാതെ ഞെട്ടി എണീക്കും. അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ 2 ആഴ്ച കൊണ്ട് ഉറക്കമൊക്കെ നേരെ പോകുന്നുണ്ട്. ഇപ്പൊ 2 ആഴ്ച കൊണ്ട് അങ്ങനെ രാത്രി എഴുന്നേക്കുന്നുമില്ല, ഉറങ്ങിയാൽ ഫുൾ ടൈം ഉറങ്ങുന്നുണ്ട്. ഈ 2 ആഴ്ചയായിട്ട്, അതായത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വിടുതൽ നടന്നപ്പോ തൊട്ട് ഈ നിമിഷം വരെ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടില്ല. ഗ്യാസിന്റെ അസ്വസ്ഥതയില്ല, കാലിന്റെ ബുദ്ധിമുട്ടില്ല, ഉറക്കം ഫുൾ ടൈം കിട്ടുന്നുണ്ട്. പിന്നെ രാത്രി എന്തോ ഈ അലക്കുന്ന പോലെ എന്തോ പറഞ്ഞായിരുന്നു, അതിപ്പോ എങ്ങനെയുണ്ട്? അതൊന്നുമില്ല. ഈ 2 ആഴ്ചയായിട്ട് അത് ക്ലിയർ ആണ്. നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവം ഈ കുടുംബത്തിന് കൊടുത്ത വിലയേറിയ വിടുതലിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എന്റെ പേരെന്തായിരുന്നു? ശോഭന ആന്റിക്ക് ദൈവം കൊടുത്ത വിലയേറിയ വിടുതലിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഗോഡ് ബ്ലസ് യു. ഇരുന്നാട്ടെ.